ഇപ്പോൾ നീലഗിരി കോളേജിലെ ഫുട്ബോൾ പരിശീലകൻ ഡോക്ടർ സരിൻ വർഗീസ് തത്സമയം ടെലിഫോൺ ലൈനിൽ എത്തിയിട്ടുണ്ട്. ശ്രീ ഡോക്ടർ സരിൻ വർഗീസ്, നമസ്കാരം. സാർ, എങ്ങനെയാണ് ഇന്നത്തെ ഈ ഒരു വാർത്ത താങ്കൾ ശ്രവിച്ചത്? ഒപ്പം തന്നെ എന്ത് തോന്നുന്നു ഇപ്പോൾ? സാർ കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? കേൾക്കുന്നുണ്ട്, പറഞ്ഞോളൂ. ഓക്കെ, വളരെ സന്തോഷമല്ലേ. നമ്മള് ശരിക്കും ലോകം ആരാധിക്കുന്ന, ലോകത്തിന്റെ ഒരു മെസ്സിഹ എന്നൊക്കെ പറയപ്പെടുന്ന മെസ്സി പോലെയുള്ള ആളുകളൊക്കെ കേരളത്തിൽ എത്തുക എന്ന് പറയുന്നത് തന്നെ ഈ വളർന്നു വരുന്ന കുരുന്നു തലമുറകൾക്ക് തന്നെ വലിയൊരു ആവേശമാണല്ലോ. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഫുട്ബോൾ മേഖല തന്നെ, നമ്മുടെ രാജ്യാന്തര ഫുട്ബോൾ തന്നെ വളരുന്നതിന്റെ ഏറ്റവും വലിയൊരു ലക്ഷണമാണ് ഇങ്ങനത്തെ ആളുകളൊക്കെ കേരളത്തിലേക്ക് എത്തുക എന്ന് പറയുന്നത്. വളരെ സന്തോഷത്തോടെയാണ് നമ്മളൊക്കെ ഇതിനെ കാണുന്നത്. കാരണം തീർച്ചയായിട്ടും ഒരുപാട് ഫുട്ബോൾ അക്കാദമികളും ഒക്കെ വളരെയധികം കേരളത്തിലും പല സ്ഥലങ്ങളിലും വളർന്നുകൊണ്ടിരിക്കുന്ന കാലയളവിലാണ് ഇങ്ങനത്തെ ഒരു ഇത് വരുന്നത്. അത് തന്നെ വളരെ സന്തോഷത്തോടെ ആകാംക്ഷയോടെയാണ് നമ്മളൊക്കെ നോക്കി കാണുന്നത്. വരുന്ന കായിക പ്രതിഭകൾക്ക് പുത്തൻ പ്രതീക്ഷകളുമായിട്ടുള്ള ഇങ്ങനത്തെ അവസരങ്ങൾ വരുമ്പോഴാണ് ഫുട്ബോൾ മേഖല വളരുക എന്നുള്ളത് തന്നെ ഏറ്റവും വലിയ പ്രത്യേകത. സാർ, അതുപോലെ തന്നെ ഈ കേരളത്തിലെ ഫുട്ബോൾ മേഖലയ്ക്ക് ഇത് എത്രമാത്രം മുതൽക്കൂട്ടാകുമെന്നാണ് താങ്കൾ പ്രതീക്ഷിക്കുന്നത്? ഇത് വലിയൊരു മുതൽക്കൂട്ടാവുമല്ലോ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മെസ്സിയെ പോലെ ആളുകളൊക്കെ കേരളത്തിൽ വരുമ്പോൾ ഉള്ള പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ രാജ്യാന്തര, അതോടൊപ്പം തന്നെ നമ്മുടെ സ്റ്റേഡിയങ്ങളും അതുപോലെ തന്നെ എല്ലാ രാജ്യാന്തര ഫെസിലിറ്റീസുകളൊക്കെ വളരാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണല്ലോ. കാരണം എന്ന് വെച്ചാൽ കാണികളൊക്കെ ഏറ്റവും കൂടുതൽ ആകാംക്ഷയോടെ കളി കാണുകയും അതിന്റെ ഒരു സാമ്പത്തിക വ്യവസ്ഥ കൂടുന്നതനുസരിച്ച് എനിക്ക് തോന്നുന്നു തീർച്ചയായിട്ടും പല സ്റ്റേഡിയങ്ങളും പല ഇതിലും കുട്ടികൾ കളിക്കാനുള്ള അവസരങ്ങൾക്കുള്ള ഒരുപാട് ഫെസിലിറ്റീസുകൾ ഗവൺമെന്റിന് അത് ചെയ്യാൻ സാധിക്കുമെന്നാണ് വിശ്വസിക്കുന്നത്. തീർച്ചയായിട്ടും അതൊരു വളർച്ച തന്നെ ഉണ്ടാവും തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഡോക്ടർ സരിൻ, അതിനൊപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്നുള്ളത്, ഈ എതിർ ടീമിനെ കുറിച്ചുള്ളൊരു വ്യക്തത വന്നിട്ടില്ല. ഏത് ടീമായിരിക്കും എന്നുള്ളത്. ഓസ്ട്രേലിയൻ ടീം ഇതിനോടകം തന്നെ സന്നദ്ധത അറിയിച്ചിട്ടുണ്ട്. ആരായിരിക്കും അർജന്റീനയുടെ എതിരാളി എന്നാണ് താങ്കൾ പ്രതീക്ഷിക്കുന്നത്? ശരിക്കും പറഞ്ഞാൽ ഇത് നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഇതൊക്കെ നോക്കി കാണുന്ന ഒരു കാര്യമാണല്ലോ. ഇത് ശരിക്കും പറഞ്ഞാൽ നമുക്കത് ഒരു എക്സ്പെക്ടേഷനിലൂടെ പറയാൻ പറ്റുന്ന കാര്യമല്ലല്ലോ. തീർച്ചയായിട്ടും നമുക്കറിയാം, ഒരുപാട് ഹാർഡ് വർക്കുകളുടെയും ഒരുപാട് പ്രതീക്ഷയോടെ ആയിരിക്കും ചിലപ്പോൾ ഇങ്ങനത്തെ ഒരു ഇത് സംരംഭം ഇവിടെ എത്തിക്കാൻ അതിലെ ആളുകൾക്ക് സാധിച്ചിട്ടുള്ളത്. തീർച്ചയായിട്ടും അത് നമുക്കൊരു പ്രൊഡക്ഷനിലൂടെ നമുക്ക് എത്തിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. തീർച്ചയായിട്ടും നമുക്കറിയാം ഒരുപാട് കഷ്ടപ്പാടുകൾ ഉണ്ടാവും. അതുപോലത്തെ ഒരു രാജ്യാന്തര തലത്തിലേക്കുള്ള ഒരാളുകളെ ഇങ്ങനെയൊക്കെ കേരളത്തിലേക്ക് എത്തിക്കുക എന്ന് പറയുന്നത് വളരെ റിസ്ക് പിടിച്ച ഒരു കാര്യം തന്നെയാണ്. തീർച്ചയായിട്ടും അതുകൊണ്ട് തന്നെ നമ്മളൊരു വളരെ പ്രതീക്ഷയോട് കൂടിയാണ് ഇതൊക്കെ നോക്കി കാണുന്നത്. മറ്റൊരു കാര്യം എന്നുള്ളത്, നമുക്കറിയാം ഇതിനു മുൻപ് പലതവണ മെസ്സി കേരളത്തിലേക്ക് വരും എന്നുള്ള കാര്യങ്ങളൊക്കെ വന്നു. പക്ഷെ അതിലൊരു കൺഫർമേഷൻ വന്നില്ലായിരുന്നു. അപ്പോൾ ആരാധകരൊക്കെ വലിയ രീതിയിലുള്ള ഒരു നിരാശയിലേക്കും മാറി. കാരണം വരില്ല എന്നുള്ള തരത്തിലുള്ള വാർത്തകളും പരന്നിരുന്നു. അതിനിടയ്ക്കാണ് ഇന്ന് ഈ കൃത്യമായ തെളിവ് സഹിതം ഇക്കാര്യങ്ങളൊക്കെ ഇന്ന് പുറത്തു വരുന്നത്. താങ്കൾ പ്രതീക്ഷിച്ചിരുന്നോ മെസ്സി കേരളത്തിൽ വരുമെന്ന്? അല്ല, നമുക്കൊരു പ്രതീക്ഷ ഉണ്ടല്ലോ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ പിന്നിൽ ഒരുപാട് ആളുകളുടെ ഹാർഡ് വർക്ക് ഉണ്ട്. നമ്മളത് മനസ്സിലാക്കണം. തീർച്ചയായിട്ടും ഈ ആളുകൾക്ക് ചിലപ്പോൾ നോക്കി കാണുമ്പോൾ മെസ്സിയെ പോലെയുള്ള ഒരു ഇന്റർനാഷണൽ തലത്തിലുള്ള ഒരു ടീമിനെ ഇവിടെ എത്തിക്കുക എന്ന് പറയുന്നത് നിസ്സാരപ്പെട്ട സംഭവമല്ല. കാരണം അതിന് ഒരുപാട് വർക്കുകൾ, പ്രോസസ്സുകളൊക്കെ ചെയ്ത് ഗവൺമെന്റിന്റെ എല്ലാ അപ്രൂവലൊക്കെ മേടിച്ച് ഇതിനൊക്കെ കൃത്യമായിട്ടല്ല ഇത് നടക്കുന്നത്. അപ്പൊ തീർച്ചയായിട്ടും അതിന് ഒരുപാട് പ്രശ്നങ്ങളും പ്രതിസന്ധികളൊക്കെ വരാം. പക്ഷെ ഞാൻ പറയുന്നത് വെച്ചാൽ ഇങ്ങനത്തെ ആശയങ്ങളൊക്കെ വെക്കുന്ന സമയത്ത് നമ്മുടെ കായിക പ്രതിഭകളും സുഹൃത്തുക്കളും എല്ലാം വളരെ ആകാംക്ഷയോടുകൂടി അവരെ സപ്പോർട്ട് ചെയ്യണം. എന്നാൽ മാത്രമേ അത് മുന്നിലേക്ക് ഇങ്ങനെയുള്ള ആശയങ്ങളുമായിട്ട് ഇനിയും ഇതുപോലെയുള്ള സംരംഭങ്ങളൊക്കെ നമ്മുടെ ഇതിലേക്ക് വരാൻ സാധിക്കുള്ളൂ. അപ്പൊ ഞാനൊക്കെ പ്രതീക്ഷിച്ചിരുന്നു. കാരണം എന്താ വെച്ചാൽ ഇതിന്റെ പിന്നിൽ ഒരുപാട് കാര്യങ്ങൾ അവർക്ക് ചെയ്തു തീർക്കാനുണ്ടാവും. ഒരുപാട് സ്പോൺസേഴ്സ് അടക്കമുള്ള ഒരുപാട് ആളുകൾ, പ്രത്യേകിച്ച് അവരുടെ അപ്രൂവല്, ഇതൊക്കെ വലിയ റിസ്ക് പിടിച്ച കാര്യം തന്നെയാണ്. തീർച്ചയായിട്ടും നമുക്കൊക്കെ ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. എന്തായാലും അത് കുറച്ച് വാർത്താ മാധ്യമങ്ങൾ കൂടെ ഒക്കെ വന്നപ്പോൾ ഒരു വിഷമം വന്നു. എന്നിരുന്നാൽ പോലും ഒരു വലിയൊരു പ്രതീക്ഷയാണ് ഇപ്പൊ ഇത് നൽകിയിട്ടുള്ളത്. തീർച്ചയായിട്ടും വലിയൊരു ആവേശത്തോടെയാണ് ശരിക്കും ഈ ജനത കാണുന്നത്. പ്രത്യേകിച്ച് കേരളത്തിൽ എത്തുക എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ ഒരു അംഗീകാരം എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും നല്ല രീതിയിലൊരു മത്സരമായിട്ട് അത് കാണുവാൻ നമുക്കൊക്കെ അവസരം ഉണ്ടാകട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം. വളരെയധികം നന്ദി ഡോക്ടർ സരിൻ വർഗീസ്. അദ്ദേഹം നീലഗിരി കോളേജിന്റെ ഫുട്ബോൾ പരിശീലകൻ കൂടിയാണ് ഡോക്ടർ സരിൻ വർഗീസ്.